അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ജൂതന്റെ നസ്രാണിയുടെ കയ്യിൽ നിന്ന് അധികാരം നിങ്ങളുടെ കൈകളിലേക്ക് അല്ലാഹു വാങ്ങിത്തരുമത്രേ. അല്ലാഹു പറഞ്ഞ വാക്കാണ്. അല്ലാഹു വാങ്ങിത്തരുമെന്ന് നമ്മൾ പേടിക്കണ്ടെന്നാ പറയുന്നത്. ഡിമാൻഡ് ഉണ്ട്, വെറുതെ അല്ല. كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا. ഏതൊരു വർഗത്തെയാണോ, പ്രതിയോഗികളെയാണോ, ജൂതന്മാരെയാണോ, ഫാസിസ്റ്റുകളെയാണോ, നാസിസ്റ്റുകളെയാണോ നിങ്ങൾ ഭയപ്പെടുന്നത്, നിങ്ങൾ ഭയപ്പെടേണ്ട കേട്ടോ. ആ ഭയത്തിൽ നിന്ന് നിങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് നാം അവരോധിക്കാം. രണ്ട് ഡിമാൻഡ് നിങ്ങൾ സ്വീകരിച്ചാൽ മതി. അല്ലാഹു പറയാണ്, എല്ലാരും കൈമലർത്തുമ്പം അവസാനം നമ്മൾ സഹായത്തിന് തേടുന്നത് ഇലാഹായ റബ്ബിനോടാണ്. ഇത് അവസാനമല്ല, തുടക്കത്തിലും തേടണം, ഒടുക്കത്തിലും തേടണം, ഒടുക്കം വരെയും തേടണം. അള്ളാഹുവിനോടാണ് തേടേണ്ടത്. വേറെ ആരോട് തേടാൻ? 100 ടാങ്കുകൾ ഉള്ളവനോട് തേടിയിട്ട് കാര്യമില്ല, വലിയ മിസൈൽ ഉള്ളവനോട് തേടിയിട്ട് കാര്യമില്ല. ഇതിന്റെ മുഴുവൻ കാര്യങ്ങളെ ഒപ്പിയെടുക്കുന്ന ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം, ഉറക്കമോ ഒരു കേവലം ഒരു അശ്രദ്ധ പോലും ബാധിക്കാത്ത ജഗത്തിന്റെ ഉടമസ്ഥനായ നാഥൻ, ആ പടച്ച തമ്പുരാനെ സ്വാധീനിക്കാൻ നമ്മൾ തയ്യാറായാൽ അവന്റെ കൈകളിൽ നിന്ന് അധികാരം നമ്മളിലേക്ക് അല്ലാഹു വാങ്ങിത്തരുമത്രേ. പടച്ചവന്റെ വാക്ക ഖുർആനാണ്. സൂറത്തുൻ നൂർ 55. ഇത് നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ അല്ലാഹുവിൽ വിശ്വാസമില്ലല്ലോ. ഇത് അല്ലാഹു വാങ്ങിത്തരാന്ന് പറഞ്ഞ കാര്യമാണ്. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ. നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ ആരെയാ പേടിക്കുന്നത്? ആ പേടിയൊക്കെ ഞാൻ മാറ്റിയിട്ട് നിങ്ങൾക്ക് പൂർണ്ണ സുരക്ഷിതത്വം, നിർഭയത്വം ഞാൻ തരാം. അല്ലാഹു പറഞ്ഞ വാക്കാണ്, ഞാൻ തരാം. 2 ഡിമാൻഡ്. യഅബുദൂനനി, എന്നെ മാത്രം ആരാധിക്കണം. ലാ യുശ്രികൂന ബി ശൈആ, എനിക്കെതിരെ ഒരു നിലയ്ക്കും മറ്റൊരു വസ്തുവിനെ നീ ചിന്തിക്കുക പോലും വരുത്. ഞാനല്ലാതെ ഒരു ഇലാഹുണ്ടെന്നുള്ളൊരു ചിന്ത പോലും നിന്റെ ജീവിതത്തിന്റെ ഒരു മേഖലയിൽ പോലും നീ ചിന്തിച്ചു പോകാൻ പാടില്ല. അള്ളാഹു പറയാണ്, എന്നെ ആരാധിച്ച് സാലിഹായ അമൽ ചെയ്യാൻ നീ തയ്യാറുണ്ടോ എങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം. അള്ളാഹു പറഞ്ഞ വാക്കാണ്, അള്ളാഹു പറഞ്ഞ വാക്കാണ്. ഇതിനപ്പുറത്ത് നമുക്ക് ലോകത്ത് ഒരു യജമാനനില്ല, ഒരു യജമാനനില്ല. ഞൊടിയിടയിൽ കാര്യങ്ങൾ നടത്തുന്ന പടച്ച തമ്പുരാനാണ് ഈ പറഞ്ഞ വാക്ക്. ഈ പറഞ്ഞ വാക്ക് അത് സഹാബാക്കൾ ഏറ്റെടുത്തു. ആ വാക്ക് സഹാബാക്കൾ നബി തങ്ങളുടെ